ഇന്ന് ലക്ഷ്മിക്കെതിരെ നടന്ന കുറേ നാടകം വാസ്തവത്തിൽ ഇത് കേരള സമൂഹത്തിനെതിരെ നടന്ന ഒരു അറ്റാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ റീസണും കൂടെ ഞാൻ പറയാം. ലക്ഷ്മി അല്ല പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന്, അക്ബറിൻ്റെ ഉമ്മാണ് എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ്. പക്ഷെ ലക്ഷ്മി പറഞ്ഞതായി തീർക്കുകയും ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ നിന്ന് ലക്ഷ്മി മാറാത്തിടത്ത് ലക്ഷ്മി അപമാനിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ അങ്ങനെ വന്ന് വല്ലതും പറഞ്ഞാൽ തിരിച്ചൊന്നും പറയണ്ട എന്ന് ലക്ഷ്മിക്ക് ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. ലക്ഷ്മിയെ കൺഫെഷൻ റൂമിൽ വിളിച്ച് നീണ്ട നേരം സംസാരിക്കുന്നുണ്ട്. അതായത് അമ്മ വന്ന് അങ്ങനെ പറഞ്ഞാൽ ഇല്ല, അമ്മ എഗൻസ്റ്റ് ആണ്, ഞാൻ അതിന് എഗൻസ്റ്റ് ആണെന്ന് ലക്ഷ്മി പറയും. കാരണം ലക്ഷ്മി തൻ്റെ ഇടമുള്ള കുട്ടിയാണ്, അമ്മയ്ക്കെതിരെ വേണമെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. അത് പറയാതിരിക്കാൻ വേണ്ടി കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തി ലക്ഷ്മിയെ ഉപദേശിച്ചിട്ടാണ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ അമ്മയും മകളെയും കൂടെ ചെയ്ത വേല കണ്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് പിറ്റി. ഞാൻ ചോദിക്കട്ടെ, ഈ ഒനിലിൻ്റെ അമ്മ ഒന്നും പറയണ്ട, ഒരു ചന്ത സാധനം. എന്താണ് ആ സ്ത്രീക്ക് കീ 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 എന്നാ മൈക്കൊന്ന് സൗണ്ട് കുറയ്ക്ക് ബിഗ് ബോസ്. അതും ഇല്ല, അങ്ങ് അഴിച്ചു വിട്ടേക്കായിരുന്നു. അവർക്കൊപ്പം ബാക്കിയുള്ളവരുടെയൊക്കെ പേരൻസിനെ വിട്ടത് തെറ്റാണ്. ഒനിലിൻ്റെ ഫാമിലി ആയിട്ട് പിന്നെ എന്താണ് ഇൻട്രാക്ഷൻ ഒന്നും മനസ്സിലാകുന്നില്ല. അതേസമയം നെവിൻ്റെ ഫാമിലി നമുക്ക് കാണുക പോലും ചെയ്തില്ല മര്യാദയ്ക്ക്, ആരെന്ന് പോലും പിടികിട്ടിയില്ല. അത്രയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ. എന്താ ബഹളം, എന്താണ് അവിടെ പ്രശ്നം? എന്തിനാ ഇത്രയും ബഹളം വെക്കുന്ന ഈ സ്ത്രീ? ഭയങ്കര പട്ടി ഷോ എന്ന് പറഞ്ഞാൽ പടുപട്ടി ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര വൾഗറായിരുന്നു എന്നുള്ളതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ആൻഡ് അവർക്കെതിരെ ഇപ്പോൾ പിന്നെ ലക്ഷ്മിയുടെ ഭർത്താവും വന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ ഒക്കെ വേദലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ. ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി, അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മദർ ഇൻ ലോയും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ റൈസ് ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ. എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടുമില്ല. എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും ആണ് അവിടെ വന്നിട്ടുള്ളത്. അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ. അവിടെ ലക്ഷ്മിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടട്ടെ. കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുമുള്ള എതിർപ്പുകളൊന്നുമില്ല. എല്ലാം എൻ്റെ അറിവോടുകൂടി തന്നെയാണ്. ഞാനിപ്പോൾ UK ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ എത്താൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് മദർ ഇൻ ലോയും കുട്ടിയും മാത്രമായി. കുട്ടിയെ കാണിക്കാൻ സമ്മതിക്കില്ല എന്നോ കുട്ടിയെ അയാളുടെ കസ്റ്റഡിയിലാണെന്നോ ഇങ്ങനെയൊക്കെ കുറെ കാര്യം പറയുന്നുണ്ട്. അത് മാത്രമല്ല, പലരും ലക്ഷ്മിയെ അറ്റാക്ക് ചെയ്യുന്നത് ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചിട്ടാണ്. ഡിവോഴ്സ് ആകുന്ന ഒരു വലിയ ക്രൈമൊന്നുമല്ല. രണ്ട് വ്യക്തികൾക്ക് ഒരേ കുഴയ്ക്ക് കീഴിൽ താമസിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആശയപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തമ്മിൽ തല്ലാതെ നല്ല പോലെ അമിക്കബിളി അത് സൊല്യൂഷൻ കണ്ടെത്തി മാറിപ്പോകുന്ന ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഒരുപാട് പേര് ഡിവോഴ്സ് ചെയ്തവർ തന്നെയാണ് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. അതൊരു കോമൺ തിങ് ആണ്. ഇങ്ങനെയൊക്കെ കുറേ ചവറുകുറക്കികളെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഡിവോഴ്സ് ആയ ഒരു പെണ്ണെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവളുടെ വീട്ടിൽ അവളുടെ ഹസ്ബൻഡ് പോലും ഇല്ല. എവിടെ അവളുടെ ഹസ്ബൻഡ് എന്നൊക്കെയായിരുന്നു പലരുടെയും ചോദ്യം. അവളുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ വന്ന് വർത്തമാനം പറഞ്ഞത്, മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മൾ തമ്മിൽ പിണങ്ങി കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയണം എന്നാണോ? അല്ല. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു, അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അവൾക്കും അത് തന്നെ. അയാളെ പറ്റി മോശം പറയാൻ അവൾക്കൊന്നുമില്ല. അവൾ പറയുന്നുണ്ടല്ലോ, പല സെക്ഷൻ ഇട്ട് കൊടുത്തിട്ടും അവൾ പറയുന്നില്ലല്ലോ കുടുംബത്തെ പറ്റി, പ്രത്യേകിച്ച് ഹസ്ബൻഡിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞത്. തങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് കൊടുത്ത് നാറ്റിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ ഒരു ഗ്രേറ്റ് തോട്ടല്ലേ. മാത്രവുമല്ല, ഈ പെൺപിള്ളേരെ പോലെയൊന്നുമല്ല. കുടുംബത്തിനെ അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ. അവളുടെ അമ്മ തന്നെയല്ലേ ഇവിടെ വന്ന് സംസാരിച്ചത്. അമ്മയെ തള്ളി പറഞ്ഞോ? ഇല്ലല്ലോ. ഭർത്താവിനെ തള്ളി പറഞ്ഞോ? ഇല്ല. അവൾ ഒരു കുടുംബത്തിനെ തള്ളി പറഞ്ഞില്ല. അവൾ ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടാണ് അതിനകത്ത് നിന്നത്. ഒരിടത്ത് പോലും ഞാനൊരു സിനിമ നടിയാണ്, ഞാൻ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് വന്നേന്ന് എവിടെയെങ്കിലും അവൾ പറഞ്ഞോ? അതിന്റെ പ്രൊമോഷനുമായിട്ട് അഖിൽമാരാർ അവിടെ കയറുന്നിടം വരെ ലക്ഷ്മി അങ്ങനെ ഒരു സിനിമ അഭിനയിച്ചെന്ന് പോലും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത്രത്തോളം ജെനുവിനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി. അവളുടെ ഡബിൾ സ്റ്റാൻഡ് കൺഫ്യൂഷൻ കൊണ്ടാണ്. അവൾ LGBT കമ്മ്യൂണിറ്റി എതിർക്കുന്നവളല്ല, പക്ഷേ ലെസ്ബിയനിസം ഈ നോർമലൈസ് ചെയ്യുന്നതിനെ എതിർക്കുന്നു എന്നാ പറഞ്ഞത്. അവളുടെ ആറ്റിറ്റ്യൂഡാണ്. സെയിം ഒപ്പീനിയൻ തന്നെയാണ് എൻ്റെതും. ലക്ഷ്മിയുടെ അതേ ഒപ്പീനിയൻ തന്നെയാണ് എൻ്റെതും. എനിക്ക് ഈ ലെസ്ബിയനിസം ഭയങ്കര നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്, താല്പര്യമില്ല. എൻ്റെ വീട്ടിലെ കുട്ടി ഇതുപോലെയൊക്കെ കാണിച്ച് അടി പറ്റിക്കുന്നേ ഒരു മാറ്റവും ഇല്ല. അതൊരു രോഗമാണ്, അത് ചികിത്സിച്ചാൽ മാറും. LGBT പോലെ ഹോർമോൺ ഇൻബാലൻസ് ഒന്നുമല്ല. എല്ലാ സെക്സ് വൈകൃതങ്ങളും ഈ LGBT എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ നിങ്ങൾ വിചാരിക്കുന്നത് നടക്കണ കേസല്ല. അവൾ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? സെക്കൻഡ് തിങ്,
നിങ്ങൾക്ക് സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ? ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഉണ്ടെങ്കിൽ ലക്ഷ്മിയെ നിങ്ങൾക്ക് മനസ്സിലാകും. ലക്ഷ്മി മസ്താനിക്ക് വേണ്ടി ഇത്രയും ശക്തമായി പ്രതികരിച്ചത് അവൾ അത് അബ്യൂസ് നേരിട്ടത് കൊണ്ടാണ്. അത് കൃത്യമല്ലേ? അതിലെന്താ തെറ്റിരിക്കുന്നത്? ആ തെറ്റിന് അവൾക്ക് തിരിച്ചറിവായപ്പോൾ, അത് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോൾ കോർ ലെവലിൽ അവൾ മാപ്പ് പറഞ്ഞു, പബ്ലിക്കിന്റെ മുന്നിൽ മാപ്പ് പറഞ്ഞു. പിന്നെ അവളെ പിച്ചു ചീന്തണമെന്ന് എന്താണ് ആവശ്യം? ഒന്നിലിന്റെ അമ്മയുടെ പട്ടീച്ചോ, മുതിർന്ന ഒരു സ്ത്രീയല്ലേ വന്ന് പറയുന്നത്, ഒരു ടീച്ചറല്ലേ അവളുടെ അമ്മ. ഒരു ടീച്ചർ വന്ന് പറയുമ്പോൾ കൊടുക്കേണ്ട റെസ്പെക്ട്. നമുക്കൊക്കെ മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. ദൈവം പിന്നെ ആ ഗുരുവും കഴിഞ്ഞിട്ടേ ദൈവം വരുന്നുള്ളൂ. അത്രത്തോളം ഇതാണ് റെസ്പെക്റ്റ് ആണ് ടീച്ചർമാരുടെ അടുത്ത്. ഏത് ടീച്ചറും ആകട്ടെ, അവർ വന്ന് പറയുന്നു എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ഇത് വന്ന് നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ആ അമ്മ പറയേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങൾക്ക്, എനിക്കറിയത്തില്ല ലക്ഷ്മിയുടെ അമ്മ എന്നെ കാണുമോന്ന്, പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് സല്യൂട്ടാണ്. ഒരു മകളെ എങ്ങനെ വളർത്തണമെന്ന് നിങ്ങൾ കൃത്യമായി വളർത്തിയിരിക്കുന്നു. നല്ല പെൺകുട്ടിയാണ് അവൾ, ആറ്റിറ്റ്യൂഡുള്ള ആ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണത്. കൃത്യമാണ്, തലയെടുപ്പോടുകൂടി നിൽക്കുന്ന, അവളുടെ അസ്തിത്വത്തിനെ അവൾ ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കാതെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു പെണ്ണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്, നിലപാടുള്ളൊരുത്തി, ശക്തമായ നിലപാട്. അത് എന്തിന്റെ പേരിലായാലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള അവളെ ശക്തി ഉണ്ടല്ലോ, അതിനെയാണ് കടയ്ക്കൽ കത്തിവെക്കുന്നത്. റിയാസ് വന്ന് ചാടി കയറി മാറ്റിയോ? എത്ര പേര് ആക്രമിച്ചിട്ട് അവള് സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട. അവളുടെ ആറ്റിറ്റ്യൂഡിനാണ് കപ്പ് കൊടുക്കേണ്ടത്, കപ്പ് അവക്കാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. അത്രയ്ക്കുണ്ട് അവളുടെ നിലപാട്. കരച്ചിലില്ല, ഒരു രീതിയിൽ ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, സഹതാപം അവൾക്ക് വേണ്ട. കുഞ്ഞിന്റെ കാര്യം വന്നപ്പോൾ തളർന്നു, അതിലൊരു കണ്ണീരവക്ക് വന്നു എന്നുള്ള വാസ്തവം. അതല്ലെങ്കിൽ ആ കുട്ടിയെ അകത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വിടില്ല? ഇതൊക്കെ ബിഗ് ബോസിന്റെ കളികളാണ്. നിങ്ങളുടെ ഈ കളി കൊണ്ടൊന്നും പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് ചില ശവങ്ങളെ ഉൾക്കൊള്ളിപ്പിക്കാം എന്നുള്ള നിങ്ങളുടെ ധാരണയെ തെറ്റാണ്. നടക്കൂല. മനസ്സിലായവർക്ക് മനസ്സിലാകും. ഞാൻ ശക്തമായി ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് വന്ന ആ ചീവീട് തള്ളയ്ക്ക് ഒരു പൊട്ടീര് കൊടുക്കാനാണ് തോന്നിയത്. ആ തള്ളയ്ക്ക് പറഞ്ഞ മോനായത് കൊണ്ടാണ് ആ തള്ള ഇങ്ങനത്തെ കിരിയിരിപ്പ് കാണിച്ചത്. എന്തൊരു വായിസാ തള്ളക്ക്, എന്തുവാ ഇതാ മൈക്കൊന്ന് ഓഫ് ചെയ്തുകൂടെ ബിഗ് ബോസെ? ബാക്കിയുള്ളവർക്ക് ചെവിതല കേൾക്കണ്ടായിരുന്നു. അവിടെ വന്ന ബാക്കി 2 കണ്ടസ്റ്റന്റിന്റെ പേരൻസിന് സംസാരിക്കാനോ അവന്റെ സിസ്റ്ററിന് സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല. തള്ളക്ക് അയ്യോ, പ്രൗഡ് ഓഫ് യു. പ്രൗഡ് എന്തിന് പ്രൗഡ്? വീഴാൻ പോയപ്പോൾ ഒരു പെണ്ണിന്റെ വയറ്റിൽ കയറി മുലയിൽ കയറി ഞെക്കിയതാണോ പ്രൗഡ്? അതാണോ പ്രൗഡ്? നിന്റെ മോൻ ഭയങ്കര പ്രൗഡനാ. ആ അണ്ണിമത്തനെ എടുത്ത് എറിയണി ചെയ്യണം. മസ്താനി ആയതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് ഐ ഫെൽറ്റ് ഇൻസൾട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ കൊടുത്താൽ ഇറങ്ങി വരുമ്പോൾ മോന്റെ കയ്യിൽ വിലങ്ങോട്ട് കിട്ടും. ഇത്രയും പബ്ലിക് ഇതിനകത്ത് ആ വേല ചെയ്തതിന്. അതേപോലെ അതിനകത്തിട്ട് ലക്ഷ്മിയെ ഹരാസ് ചെയ്താലും പെണ്ണിറങ്ങി വന്നൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തിട്ട് ഹരാസ് ചെയ്തതിന് ഈ പറയുന്ന ബിക്കോസ് അങ്ങനെ തൂങ്ങും. അങ്ങനെയൊന്നും അങ്ങ് ചുമ്മാ അങ്ങ് കിടന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല പെൺപിള്ളേരെ. എന്തടിസ്ഥാനത്തിലാ? മോനെ പഠിപ്പിച്ചപ്പോൾ തെറ്റിപ്പോയി തള്ളയെ. 2 ആമക്കളല്ലേ ഉള്ളൂ. മക്കളെ പോയി റെസ്പെക്റ്റോടെ വളർത്തണം. പെൺപിള്ളേരുടെ അടുത്ത് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കണം. സോറി പറഞ്ഞാൽ നിന്റെ മോനാര് രാജാവാ? അവരങ്ങ് ഭയങ്കര കേമനായിട്ട് അങ്ങ് തൂക്കി തലയെ വെച്ചിരിക്കുന്നത്. ലക്ഷ്മിയെയും അമ്മയെയും അപമാനിച്ച രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവർ ചെയ്ത തെറ്റെന്താണ്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആദില നൂറയ്ക്ക് സപ്പോർട്ട് പറയുന്നത്? സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുങ്ങളെ പൂമ്പാറ്റയാക്കുന്നു, അതുങ്ങളെ തൂക്കി തലയെ വെക്കുന്നു. നിങ്ങൾ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തുകയല്ലേ ലക്ഷ്മിയെ? അപ്പൊ അത് കൊള്ളാമോ? അത് എന്തടിസ്ഥാനത്തിലാണ് ഈ ഒറ്റപ്പെടുത്തൽ? ഓക്കെ, ആ ഒറ്റപ്പെടുത്തൽ പറ്റില്ല, അത് നല്ല ന്യായമാണ്, മൊട്ട ന്യായം. ലക്ഷ്മിയുടെ ഭർത്താവ്, പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് വന്ന് പറയുന്നുണ്ടെങ്കിൽ അവളുടെ ക്യാരക്ടറിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പെണ്ണ് ഭർത്താവുമായി പിണങ്ങി മാറി വന്ന് നിൽക്കുമ്പോഴും ആ ഭർത്താവിന് അവളെപ്പറ്റി നല്ലതേ പറയാനുള്ളെങ്കിൽ അവളുടെ വ്യക്തിത്വം എന്താണെന്ന് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്തത്. അവളുടെ വ്യക്തിത്വം എന്താണെന്ന് അവളുടെ ഭർത്താവ് പറയുന്നിടത്തുണ്ട്. അയാൾ മാറി പറഞ്ഞില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നല്ലേ പറയുന്നത്. അല്ലാതെ അവൾ വെറും വിടക്കാണ്, കുഴപ്പമാണെന്നല്ലല്ലോ പറഞ്ഞത്. സാധാരണ വിവാഹമോചനം കിട്ടാൻ ആദ്യം പറയുന്ന അവൾ വിടക്ക് പെണ്ണാണ്, കണ്ടവൻ്റെ കൂടെയൊക്കെ നിരങ്ങൂന്നാ പറയും. എത്ര മോചനം നമ്മളങ്ങനെ കണ്ടു, എത്ര പേരങ്ങനെ പറഞ്ഞു, പരസ്പരം പറയും. അവൻ 100 പെണ്ണുങ്ങളോടെ പോകുന്നോലാ, അത് 100 ആണുങ്ങളോടെ പോകുന്നോളാ. ഈ ഡയലോഗ് അല്ലാതെ വേറെ എന്തെങ്കിലും കേട്ടോണ്ടോ വിവാഹമോചനത്തിൽ? നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ചില ആറ്റിറ്റ്യൂഡ് അവക്കുണ്ട് എന്ന് പറഞ്ഞ് പൊരുത്തം വന്ന് മാറിപ്പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അവിഹിതത്തിൽ പിടിക്കപ്പെടും, അല്ലെങ്കിൽ കണ്ടവൻ്റെ കൂടെയൊക്കെ നിരങ്ങുന്നിടത്ത് പിടിക്കപ്പെടും, ഇത്യാദി വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിയും. ഇതൊക്കെയല്ലേ? എത്ര ജെന്യുവനായിട്ടാണ് അയാളുടെ ഭാര്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ ഉണ്ട് ലക്ഷ്മി. നിങ്ങൾ എത്ര ഇൻസൾട്ട് ചെയ്തത്, കഷ്ടം തോന്നി. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ലൈവ് സെക്ഷൻ മുഴുക്കിരുന്ന് കണ്ടു, സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോ ഇത്രയും മ്ലേച്ഛമാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഇത്ര അധപ്പതിക്കരുത്. നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത് ലക്ഷ്മിയെയാണ്. ലക്ഷ്മി ഒരുപാട് പേരുടെ നാവാണ്. ലക്ഷ്മി ഒറ്റപ്പെടില്ല. ഇത്തവണത്തെ വോട്ട് എൻ്റെ വോട്ട് ലക്ഷ്മിക്കാണ്.
നമുക്ക് ലക്ഷ്മിക്ക് തന്നെ ഇത്തവണത്തെ വോട്ട് കൊടുക്കണം. ലക്ഷ്മി അവിടെ നിൽക്കണം. ലക്ഷ്മി 5 വരണം. നല്ല നിലപാടുള്ള ശക്തയായ പെൺകുട്ടി. അവളെ വിളിച്ച് കൺവെൻഷൻ റൂമിൽ വിളിച്ച് കോംപ്രമൈസ് ചെയ്യിപ്പിച്ചു. പുറത്ത് വരുമ്പം അമ്മ പറഞ്ഞാൽ തിരുത്തി പറയരുതെന്ന്, അമ്മയെടുത്ത് മാപ്പ് പറയിപ്പിക്കരുത്, പറഞ്ഞോട്ടെ എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് അവൾ മിണ്ടാതിരുന്നത്. അവൾ എത്രത്തോളം ഷെയിംഫുള്ളായി മറ്റുള്ളവരുടെ മുമ്പിൽ. എന്നിട്ട് അതിലെ നൂറെ അത് പറയണം, നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരോട് നമ്മൾ മാപ്പ് പറയണം. എന്നിട്ട് നീ നിന്റെ തള്ളേന്നത്തേക്കൊക്കെ മാപ്പ് പറഞ്ഞോടി നാറികളെ രണ്ടെണ്ണമേ. പിന്നെ തുണി കൊടുക്കാൻ മറന്നുപോയി തള്ള ഞൂറച്ചി. തുണി താഴോട്ടില്ല, ജട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി പാൻറ് കൊടുക്കാൻ മറന്നുപോയി. അയ്യോ ആരാ ഇപ്പോൾ ഒന്നും പറയാനില്ല. ഏതായാലും ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ബിഗ് ബോസ് ചരിത്രത്തിൽ വന്ന ഒരു പേരൻറ്റും ഇത്രയും ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറല്ല ഒനിലിൻ്റെ അമ്മ. അവനെ പോലെ തന്നെ കുപ്പ പൊറുക്കി തള്ളയാണ് വന്നിട്ട് പോയത്. അതിൽ കൂടുതൽ ഒന്നും പറയില്ല. അത്രത്തോളം മോശമായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. മറ്റൊരു കണ്ടസ്റ്റന്റ് അല്ലേ, അവരെന്തോ പറയാൻ വരുന്നുണ്ടല്ലോ, അതിനൊന്നും ചെവി കൊടുത്തൂടെ? പൊക്കി നമുക്കത് പുറത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. പുറത്തുള്ള പട്ടി വരും. പുറത്തിറങ്ങി ലക്ഷ്മി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിച്ചു. ലക്ഷ്മി സംസാരിക്കില്ല. പുറത്തിറങ്ങി അവൾ എപ്പിസോഡ് കാണുകയാണെങ്കിൽ അവൾ ശക്തയായ കാര്യങ്ങൾ പറയുക തന്നെ വേണം. ആ കാര്യത്തിൽ ആരും അവളെ നീക്കി നിർത്താനും പോകുന്നില്ല. അവൾ LGBTQ കമ്മ്യൂണിറ്റി എഗൻസ്റ്റ് അല്ല പറയുന്നത്, അവരതിനെ എതിർക്കുന്നില്ല. ലെസ്ബിയനിസം എന്ന് പറയുന്ന ഈ വൾഗാരിറ്റി അവൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അനീഷ് അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. അനീഷ് പറഞ്ഞു നിങ്ങൾ രണ്ടായി മാറണമെന്നും വേറെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് വിളിച്ച നൂറയുടെ ഫാമിലിയിലേക്ക് വിളിച്ച ആൾക്കാർ, ക്രൂസ്, അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന്. എത്രയോ പേര് പറഞ്ഞ് അവരെ ആരെ നിങ്ങൾക്ക് പിടിച്ച് പുറത്താക്കണ്ട. അനുമോള് ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ, സിറ്റ് ഔട്ടിൽ ഇരുന്നോളൂ എന്ന് ആ അമ്മയെ കൊണ്ട് പറയിച്ചില്ലേ? അത് വലിയ കേമത്തരൊന്നുമില്ല. അവർ പറഞ്ഞതാണ് കറക്റ്റ്. നീയൊക്കെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനേ കൊള്ളാവൂ, നിന്നെ അകത്തേറ്റാൻ കൊള്ളൂല, അകത്തളത്തി കയറ്റാൻ കൊള്ളത്തില്ല എന്ന് തന്നെയാണ് ആ ടീച്ചർ പറഞ്ഞിട്ട്. ഒരു ടീച്ചറിന് അതാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ ബാക്കിയുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? പെറ്റ തള്ളേം തന്നെ ആദ്യം കൺവിൻസ് ചെയ്യും. വീട്ടിലുള്ള പെറ്റ തള്ളേം തന്നെ ആദ്യം കൺവിൻസ് ചെയ്യും. തന്നേം തള്ളേം പറയട്ടെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന്. പിന്നെ നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ ഇറങ്ങാം. ബിഗ് ബോസിന് നാണയില്ല, ഉളുപ്പില്ലെന്ന് പറയും. ചതുപ്പ് നിലങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിലയുള്ള ഭൂമിയാണെന്ന് പറയരുത്. ചവിട്ടിയാ താന്നു പോകുന്ന ഭൂമിയാണ് അത്. മനസ്സിലായത്? ചതുപ്പാണ് അതൊക്കെ, ചതുപ്പ്. നല്ല ശവങ്ങൾ നിറഞ്ഞ ചതുപ്പ്. അതാ മനസ്സിലായത്. ലക്ഷ്മി പൂർണ്ണമായും ഇന്നത്തെ ഷോയിൽ ലക്ഷ്മി അത്രത്തോളം ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 പേർക്കൊപ്പം അവരുടെ അമ്മയെ കൊണ്ടുവരരുതായിരുന്നു. അല്ലെങ്കിൽ ഏർലി ആയിട്ട് ആ സ്ത്രീയെ പറഞ്ഞു വിടണമായിരുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ലക്ഷ്മി ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിൽ പോയി എന്നിട്ട് അമ്മയെ അങ്ങ് വിളിക്കും മതി എന്ന് പറയൂ. കാരണം ആ അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നില്ലേ? പക്ഷേ അടിപെട്ട മൃഗമാണ്, അത് മനസ്സിലാക്കിക്കൊള്ളൂ. നമ്മൾ എത്രത്തോളം അടിച്ചൊതുക്കുന്നോ അത്രത്തോളം ആ പ്രതിമയ്ക്ക് ഭംഗി കൂടുമെന്നാണ്. ആ ഭംഗി ഇനി വരും ദിവസങ്ങളിൽ ലക്ഷ്മി കാണിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി വരൂ കുട്ടി, അതാണ് നല്ലത്. എന്തിനാണ്? ആരെ ബോധിപ്പിക്കാൻ? ലൈഫിൽ സക്സസ് ആയ ഒരു കുട്ടിയാണ് നീ, നല്ലൊരു അമ്മയാണ് നീ, നല്ലൊരു സ്ത്രീയാണ്. നിന്റെ കുഞ്ഞ് ആ കേടുകെട്ട കൂട്ടങ്ങളെടുത്ത് വന്ന് കാണണ്ട. അത് മാത്രമല്ല അരകുറ ഇട്ടുകൊണ്ടിരുത്തി അവിടെ നടക്കുന്നു. അവളെ അത് കാണാനാ നിന്റെ മകളെ നീ അകത്തേക്ക് കൊണ്ടുപോകണത്. മകനെ എന്തിനീ കാണണ്ട, പുറത്ത് നിന്നാ മതി. ലക്ഷ്മിക്കൊപ്പം തന്നെയാണ്. ഇന്നത്തെ ഷോയിൽ ലക്ഷ്മിയോട് കാണിച്ച അനീതി പൊറുക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.